സാർ നമസ്കാരം. ഇപ്പോ ഇന്ത്യയിൽ ഒരു മഹാവിജയം മഹായുതിയിലൂടെ മഹാരാഷ്ട്രയിൽ BJP നേടി, NDA നേടി. അപ്പോ NDA നേടി എന്ന് പറയുന്നതിൽ അപ്പുറം NCPയെയും അതുപോലെ തന്നെ ശിവസേനയും ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും ഏറ്റവും വലിയ വോട്ട് നേടിയ ഒറ്റകക്ഷിയായി BJP മാറുക തന്നെ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ തവണ നേടിയതിലും 20-ലധികം സീറ്റുകൾ അവർക്ക് ഉറപ്പിക്കാൻ ഇത്തവണ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ വലിയ വിലപേശലോ കാര്യങ്ങളോ ഒന്നും തന്നെ വിലപ്പോവില്ല എന്നുള്ള കൃത്യമായ സന്ദേശം പറയാതെ തന്നെ പറയുകയാണ് മോദി ആ തിരഞ്ഞെടുപ്പ് വിധിയിലൂടെ തന്നെ. കോൺഗ്രസ് അകത്തെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് അവരുടെ മഹാവികാസ് അഘാഡിയിലുണ്ടായ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇല്ലായ്മ തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്നുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. അതേക്കുറിച്ച് പരിശോധിക്കാനും EVM-നെ കുറ്റപ്പെടുത്താനും ഒക്കെ തന്നെ മുൻപന്തിയിൽ നേതാക്കൾ വന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ നിലവിൽ അവിടുത്തെ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന് മഹാരാഷ്ട്ര നൽകുന്ന സൂചന, പ്രത്യേകിച്ചും വാണിജ്യ തലസ്ഥാനം കൂടിയായിട്ടുള്ള മഹാരാഷ്ട്രയിൽ BJPക്ക് ഇത്രയധികം മിന്നും വിജയം നേടാൻ സാധിച്ചു. ചരിത്ര ഭൂരിപക്ഷത്തിൽ 50 വർഷത്തിനിടയിൽ നേടാൻ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 3-2 സീറ്റും മഹായുതിക്ക് തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു വലിയ വൻ വിജയം നേടിയെടുത്ത ഈ സാഹചര്യത്തിൽ ഇനിയും മോദി തരംഗം തന്നെയാണ് ഇനിയുള്ള അടുത്ത ടേമും മോദിക്ക് തന്നെയാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മോദിക്ക് വലിയൊരു പ്രഭാവം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണോ കിട്ടുന്നത്? നമുക്ക് ആദ്യം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങാണ്. ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച എങ്കിൽ വിവാദങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത വഖഫ് ബില്ല് ഈ സമ്മേളനത്തിൽ വെക്കും, പാസ്സാവും. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമ്മേളന ദിനങ്ങളിലാണ് ഈ വല്ലാത്തൊരു വിജയം BJPയെ ഏതാണ്ട് ഒരു കാവി പുതപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര ജാർഖണ്ഡിൽ ഭരണത്തിൽ എത്തിയില്ല എന്നുള്ള സത്യം തന്നെയാണ്. എന്നിരുന്നാലും നില മെച്ചപ്പെടുത്തി. ഉത്തർപ്രദേശ്, ബീഹാർ, പിന്നെ എല്ലായിടങ്ങളിലും നടന്ന, ഹിമാചലൊക്കെ നടന്നിരുന്ന ഉപ തെരഞ്ഞെടുപ്പുകളിൽ ഗംഭീരമായ വിജയമാണ് നേടിയത്. കോൺഗ്രസ് കംപ്ലീറ്റ്ലി അത് വൈപ്പൗട്ട് ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മങ്ങിയ മോദിയാണ് കണ്ടിരുന്നത്. മോദിക്ക് ഗ്യാരണ്ടിയൊക്കെ എവിടെയോ പോയി, അതൊന്നും ഏറിച്ചില്ല. ജനം അല്പം കൂടി വിവരം വിദ്യാഭ്യാസം ഉള്ളവരാണെന്നുള്ള, പക്ഷെ അതേ ജനം തന്നെയാണ് വീണ്ടും മോദിയിലേക്ക് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മോദിയിൽ അല്ല വിശ്വാസം, ഈ ഭരണകൂടത്തിലാണ് വിശ്വാസം, ഭാരതീയ ജനതാ പാർട്ടിയിലാണ് വിശ്വാസം. ഈ ഹരിയാനയിൽ കണ്ട ഒരു വിജയമുണ്ട്. ഈ ഹരിയാനയിൽ നിന്ന് ഈ കാറ്റ് തുടങ്ങുന്നത്, ഹരിയാനയിൽ നിന്ന് ആ കാറ്റ് വീശി ആ ജയം വന്ന് ഏതാണ്ട് ഒരു 46-47 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. വളരെ ചിട്ടയായി ഉള്ള ഒരു ഇലക്ഷൻ പ്രവർത്തനമായിരുന്നു മഹാരാഷ്ട്രയിൽ. മൂന്നാം വട്ടവും ഈ സർക്കാരിലേക്ക് കടന്നു വരാൻ സാധിച്ചു. ഫട്നാവിസ് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദം വേണ്ട എന്ന് വച്ച BJP അത് ഒരിക്കലും നഷ്ടക്കച്ചവടമായിരുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിലപേശൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ, അതായത് 149 സീറ്റുകളിൽ 132 വിജയിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ വിജയിക്കുക, അതിനുശേഷം 145 കേവല ഭൂരിപക്ഷം, 140. അപ്പൊ അതിൽ 132 വിജയിക്കുക. ഇനി എവിടുന്നെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഉറപ്പായി കിട്ടും. ഒരു NCPയും ഈ നമ്മുടെ NDA പക്ഷത്തുള്ള ശിവസേനകൾ ഒരുമിച്ചാൽ പോലും ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ല. ഫട്നാവിസിനാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി കസേര. അങ്ങനെയെങ്കിൽ ജനം അദ്ദേഹത്തിനെയാണ് എന്ന് വ്യാഖ്യാനിക്കാം. ഷിൻഡെയും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, ഓൾറെഡി ഈ ചർച്ച ഇന്ന് വൈകുന്നേരം നടക്കുന്ന വേളയിൽ തന്നെ അജിത് പവാർ ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുന്നതിന് എതിർപ്പെന്ന് പറയുകയും ചെയ്തു. അങ്ങേർക്ക് കൊണ്ട് 14 സീറ്റ്. അപ്പൊ പിന്നെ ഷിൻഡെ വിഭാഗം ഒന്ന് ഒതുങ്ങിയ മാർഗമുള്ളൂ ഇനി. അപ്പൊ സ്വാഭാവികമായും അജിത് പവാർ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇനി അവിടെ യുദ്ധത്തിന് ഇവർ തയ്യാറാകില്ല. ഇനി അവിടെ സ്പ്ലിറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. എപ്പോഴും നമ്മുടെ ചിന്ത എന്തായിരുന്നു, ഇത് ഈ BJP സഖ്യം ജയിക്കുകയാണെങ്കിൽ ഇവിടെ കൂട്ടയാടി നടക്കും എന്നെടുത്തു. ശിവസേനയും അതുപോലെ NCPയും വലിയ രീതിയിൽ വിഷയം ഉണ്ടാക്കും. പക്ഷെ അതിനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ലാതെ, പിന്നെ മറ്റുള്ളവർക്ക് ആകെപ്പാടെ ഇപ്പോൾ ഒരു BJP മുഖ്യമന്ത്രി എന്ന ഒരു കാര്യം, ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ തമസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു ബാക്കപ്പാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ജനം എന്താണ് ആഗ്രഹിക്കുന്നുള്ള മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചത് ഒരു സാമ്പത്തിക തലസ്ഥാനമാണ്. അപ്പൊ അവിടെ പിടിച്ചടക്കുക എന്ന് പറയുന്നത്, വിശേഷിച്ചും തൊട്ടു മുമ്പ് 6 മാസം മുമ്പ് നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നപ്പാടിയാണ് മഹായുതി എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അവർ പിടിച്ചിരുന്ന 31 സീറ്റുകൾ
വികാസ് അഘാടി പഠിച്ചത്. അന്ന് 17 സീറ്റുകളാണ് ബാക്കി ഇവിടെ കിട്ടുന്നത്. ആ നിലയിൽ നിന്നാണ് ഈ 6 മാസം കൊണ്ട് ഇങ്ങനെയുള്ള മാറ്റം. അപ്പൊ ഈ 6 മാസം അത് അതിഗംഭീരമായിട്ട് അവിടെ പ്രവർത്തനം സാധ്യമാക്കി എന്നുള്ളതാണ്. ഇവിടെ 2 തരത്തിലാണ് നമുക്ക് ഇതിന്റെ ചില വിഷയങ്ങളെ കാണാനുള്ളത്. ഇപ്പോൾ ഔദ്യോഗികമായി യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നത് ഷിൻഡെ പക്ഷമാണെന്നും യഥാർത്ഥ NCP എന്ന് പറയുന്നത് അജിത് പവാറാണെന്നും ആൾക്കാർക്കറിയാം, ജനങ്ങൾ തന്നെ അത് പറഞ്ഞു. അത് കോടതി പറഞ്ഞത് മാത്രമല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ തലവട്ടപ്പൻ പവാർ അവിടെ ഇരിക്കുകയാണ്. ഉദ്ധവ് താക്കറെ, സാക്ഷാൽ ബാൽ താക്കറയുടെ മകൻ ഉദ്ധവ് താക്കറെ അവിടെ ഇരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരാണ് എന്ന് നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിലും കോടതി അനുവദിച്ചില്ല. കോടതി നിങ്ങളാണെന്ന് പറഞ്ഞു. ആ പക്ഷം ഔദ്യോഗിക പക്ഷേ പുറത്തായി. പക്ഷെ കോടതി പറയുമ്പോഴും അതിനകത്ത് കാണിക്കാമെന്നുള്ളതല്ലാതെ പക്ഷെ ജനം കൂടി പറയുന്നിടത്താണ് ഇതിനൊരു പൂർണ്ണത. ഇവിടെ ജനവും പറഞ്ഞു നിങ്ങളാണ് യഥാർത്ഥം. ജനത്തിന്റെ കോടതിയിൽ അതും അംഗീകരിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വല്ലാത്തൊരു വിജയമാണ് BJPക്ക്. ലോക്സഭയിൽ ശരിക്കുള്ള കേരള കോൺഗ്രസ് ഏതെന്നുള്ള ഒരു വിധി കേരളത്തിൽ സംഭവിച്ചതാണ്. സമാനമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ അത് BJP ആയാലും ശരി, CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, കോൺഗ്രസ് അവിടെ അമ്പെ പൊയ്പോയി. അതായത് ഇതിനകത്ത് പറഞ്ഞ ഈ എവിടുന്നോ എങ്ങാണ്ടോ കിട്ടിയ ഒരു 100 സീറ്റ് അത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള അങ്ങനെയല്ല കോൺഗ്രസിന്റെ പ്രവർത്തനം. അത് ലഭിച്ചു. വൻതോതിലുള്ള അന്നത്തെ ഇടപെടലൊക്കെ ഇപ്പൊ RSSന്റെ ഒരു പടക്കം പറയുന്നു. പിന്നെ അത് മുതലെടുക്കുന്നതിൽ BJP വിജയിച്ചില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 2 തവണയ്ക്ക് ശേഷം 3ാം തവണത്തിലേക്ക് അധികാരത്തിൽ വന്ന മോദി കുറച്ചു നേരത്തെങ്കിലും ഭവനം പൂണ്ടിരിക്കേണ്ട അവസ്ഥ, അതായത് പിന്തുണ വെളിയിൽ നിന്നാണ്. അപ്പൊ മിണ്ടാതിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആ മോദി വീണ്ടും ശക്തനാകുന്ന കാഴ്ചയാണ്, ഭരണകൂടം വീണ്ടും ശക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആ കാഴ്ച ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം, ഇനി വരുന്ന പല 3-4 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടങ്ങളിൽ ഇത് ബാധിക്കും. ഹരിയാനയിൽ നിന്നാണ് ഈ കാവിക്കാറ്റ് അടിച്ചു തുടങ്ങിയത്. അത് ഇവിടം കൊണ്ട് കയറി. വ്യക്തമായി തന്നെ ജാർഖണ്ഡിൽ അവർക്കൊരു പ്രവർത്തനം, ഒരു നേതാവും ഒന്നും മുന്നെടുത്ത് കാണിക്കാതെയാണ് അവർ ജാർഖണ്ഡിൽ പെരുമാറിയത്. മാത്രമല്ല ജയറാം മഹത്തോ എന്ന് പറയുന്ന ആ ഒരു 29 വയസ്സുകാരൻ പയ്യൻ, അയാളിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചു. അയാൾ ഇതിന് വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കും എന്നൊരു ധാരണയൊക്കെ BJP കൊണ്ട് നടന്നില്ല. ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അവർ വേണ്ടത്ര പ്രയോജനം BJP ചെയ്തു കൊടുത്തില്ല. ചമ്പൈ സോറിനെ വേണ്ടത്ര ഉപയോഗിക്കാനും പറ്റിയില്ല. ഭരണവിരുദ്ധ ഇല്ലാതെയായി പോയി. കൽപ്പന സോറിന്റെ ഇടപെടലുകൾ ഇതൊക്കെ കൂടി വന്നപ്പോഴത്തേക്കും BJPയുടെ അടി അവിടെ തെറ്റിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും അവർ ഏതാണ്ടൊക്കെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബംഗാളിലേക്ക് വന്നാൽ ബംഗാളിലെ ഭൂരിഭാഗം സീറ്റുകൾ ജയിച്ചത് മമതയുടെ തൃണമൂല് തന്നെയാണ്. പക്ഷെ അവിടെയും വല്ലാതെ കണ്ടു BJP സെക്കൻഡിലേക്ക് വന്നിരിക്കുക. അതായത് നെക്സ്റ്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ്, ഞാൻ പറഞ്ഞത് BJPയെ ഞാനത് ഉയർത്തി കാണിക്കുന്നില്ല, കോൺഗ്രസിന് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ഇടം കോൺഗ്രസിന് അവിടെ നേടാം, അത് ഇനി അവിടെ കാര്യമില്ല എന്നുള്ള തോന്നലാണ്. ആകെ ആശ്വസിക്കാൻ കർണാടക മാത്രമാണ് ബാക്കിയുള്ളൂ. അത് ഇനി എത്ര നാളത്ത് കണ്ടറിയണം. അല്ലെങ്കിൽ കേരളത്തിൽ ഒരു വാങ്കൂട്ടത്തിൽ ജയിച്ചതാണ്, അവിടെയും പറയാൻ പറ്റില്ല, അവിടെയും സെക്കൻഡ് വന്ന BJP ആണ്. ചേലക്കരയിലും വോട്ട് വീതം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വയനാട് സുരേന്ദ്രനോളം കിട്ടിയില്ല എങ്കിലും അവിടെയും സ്ഥിതി അത് അവിടെ ഭൂരിപക്ഷം കൂടി. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ വീണ്ടും ഒരു കാവി പുതപ്പ് വീണ്ടും വരുന്നു എന്നുള്ള ലക്ഷണമാണ് കാണുന്നത്. നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്യാനല്ല നമ്മുടെ ലക്ഷ്യം. ഈ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് വേണ്ട വിധത്തിൽ അവിടെ ഇടപെടാൻ കഴിയുന്നില്ല. അതായത് സുന്ദരമായ മുദ്രാവാക്യങ്ങൾ, അത് കേരളീയർക്ക് ചിലപ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ ചിലപ്പോൾ ചിരിയൊക്കെ വരും. പക്ഷെ അങ്ങനെ അല്ല വാസ്തവത്തിൽ. ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഇത് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചല്ലോ ഒരു പ്യോസിംഗ് ആയിരുന്നു അത്. ഇപ്പൊ ഏക് റഹേങ്കേത്തോ സേഫ് റഹേങ്കെ, നേക്ക് എന്നുള്ള സേഫ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ഒന്നിച്ച് നിങ്ങൾക്ക് വിജയം കൊയ്യാം. നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണം, എങ്കിലേ നിങ്ങളോടൊപ്പം ഉയർച്ചയുള്ളൂ എന്നാ പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് നില്ലെങ്കിൽ, അതായത് നിങ്ങൾ വിഘടിച്ചാൽ നിങ്ങൾ തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ആൾക്കാർക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ബട്ടേങ്കെത്തോ കട്ടേങ്കെ. അപ്പൊ അതായത് ഇങ്ങനെ ഇത് സ്വാഭാവികമായിട്ട് ഇത് മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇത് വരുമ്പോഴേ അതിനകത്ത് വേണമെങ്കിൽ ചിലർക്ക് വർഗീയതയൊക്കെ ആരോപിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ നേക്കർ ഹാങ്കെത്തോ സേഫ് റഹേങ്കെ എന്ന് പറഞ്ഞാൽ അതൊരു ചൊല്ലാണ്. അതിലവര് വളരെ തന്ത്രപരമായി സേഫിനെ എടുത്ത് കയറ്റി. ഏത് ഗ്രാമീണനും സേഫ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കറിയാം. അത് കയറി കൊണ്ടുവന്നുള്ളതാണ്. അത് കയറി കൊണ്ടു. അതിന്റെ ഒരു ഗുണമുണ്ട്. പിന്നെ ഷിൻഡെ എന്ന് പറയുന്ന നല്ല തന്ത്രശാലിയായ മുഖ്യമന്ത്രി, അവരുടെ ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങൾ, ലാഡ്കി ബഹിൻ അവസാന 3 മാസത്തിൽ അത് 2500 ഒരാളുടെ 1500 ഒരാളുടെ കേസിലേക്ക് 21 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് വരെയാണ്. ബാക്കി അതിനുശേഷമുള്ളവർക്ക് വാർദ്ധക്യമായിട്ടുള്ള മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ വല്ലാതെ കൊണ്ട് സ്വാധീനിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല
ഈ പാവപ്പെട്ടവരുടെ മനസ്സറിയുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടായി എന്നുള്ള അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒരു അലങ്കാരമല്ല, അത് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നല്ലൊരു സപ്പോർട്ട് ഫട്നാവിസിൽ നിന്നും കൂട്ടിൽ നിന്നും കിട്ടിയെന്നുള്ളതാണ്. ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിനകത്ത് തീരുമാനങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അതിന് ഫട്നാവിസ് ആയാലും ഷിൻഡെ ആയാലും ഒരുമിച്ച് പോയേ മതി, BJPക്ക് ഉള്ളിൽ പിന്തുണച്ചുകൊണ്ട് നിന്ന് പോകുക മാത്രമേ ഉള്ളൂ ലക്ഷ്യം എന്ന് മനസ്സിലായി തുടങ്ങിയ ആൾക്കാർക്ക്. അപ്പൊ അതിന്റെ ഒരു കൂട്ടായ്മയാണ് വരുന്നത്. മാത്രമല്ല ഇതിന്റെ എഫക്ട് ഷിൻഡെ കൂടുതൽ പിണക്കാനും കഴിയില്ല. അദ്ദേഹത്തിന് ഷിൻഡെക്കും NCPക്കും ഒന്നും ഷിൻഡെക്ക് ഒരു 6 or 7 ലോക്സഭാ സീറ്റുകളും ഉണ്ട്. അത് പല ഘട്ടങ്ങളിൽ BJPക്ക് ആവശ്യമായിട്ടുണ്ട്. ഇവിടെ ഇനിയും ആവശ്യമുണ്ട്. ഇവിടെ നമ്മുടെ ഈ നിയമസഭാ അംഗങ്ങൾ ഇത്തിരി അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് രാജ്യസഭാ സീറ്റുകളിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പോ പല ബില്ലുകളും പാസ്സാക്കാൻ രാജ്യസഭയിലെ ഭൂരിപക്ഷം തടസ്സമായി നിൽക്കുന്ന ഒരു കാലത്ത് വീണ്ടും ആ രാജ്യസഭയിലേക്ക് വീണ്ടും NDAയുടെ അംഗങ്ങൾ കൂടി വരികയാണ്. അതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ രാജ്യം പ്രതിപക്ഷമില്ലാതിരിക്കുന്ന ഒരവസ്ഥ ഒട്ടും ഭൂഷണമല്ല. അവിടെ നമുക്ക് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം എന്ന് പറയാൻ കഴിയില്ല. ഇനി പ്രതിപക്ഷമില്ല. രാജ്യത്ത് ഇങ്ങനെ പോകരുത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് അവിടെ നമ്മൾ BJPയോ മോദിയോ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ വർക്ക് ചെയ്യണം. ഇതിനെ കൗണ്ടർ സ്ലോഗൻസ് കൊണ്ട് നേരിടണം. അല്ലാതെ ഇത് മറ്റേ വർഗീയം അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വർഗീയത കളിക്കാത്ത ആരുമില്ല ഇന്ത്യയിൽ. പക്ഷേ ഇനി ചില വളരെ രസകരമായ ചില റിസൾട്ടുകളിലേക്ക് കൂടി വരാം നമുക്ക്. ഇപ്പൊ OYC 16 സീറ്റിലങ്ങോട്ട് അദ്ദേഹം മത്സരിച്ചു. അതിനകത്ത് കഷ്ടി അയാൾക്ക് ഒരിടത്ത് ജയിച്ചു, ഒരിടത്ത് 162 വോട്ടുകൾ കിട്ടണം. അതൊക്കെ ഇനി എന്തോ നമുക്കറിയില്ല. അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. ഈ വളരെ മൃഗീയമായ ഇന്നലെ ഞാൻ കണ്ടപ്പോ ചാർജ് ഉണ്ടായിരുന്ന ചെന്നിത്തല അദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് അത് ചോദിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തോട്. അദ്ദേഹം പറയുന്നത് ഇത് നമ്മുടെ EVM-ൽ ചില കൃത്രിമം കാട്ടി എങ്ങനെയാണ് ഇത്രയും ഭൂരിപക്ഷം. അപ്പൊ ആരോ ചോദിക്കുന്നുണ്ടോ അതെങ്ങനെ EVM എന്താ പിന്നെ ജാർഖണ്ഡിലും EVM അല്ലേ? അപ്പൊ പറഞ്ഞു ജാർഖണ്ഡ് വിട്ടുകൊടുത്തിട്ട് ഇവിടുത്തെ EVM-ൽ മാത്രം കളിക്കാൻ അവർ തീരുമാനിച്ചത് ഒരു തന്ത്രമാണെന്നുള്ളതാണ്. എന്നിട്ട് ഇതിനെ KC വേണുഗോപാലും വൈകുന്നേരം ഈ പ്രസ്താവനയെ താങ്ങുന്നതാണ്. ഇതിൽ വ്യക്തമായ ഒരു കാരണം, വളരെ വ്യക്തമായി തന്നെ പറയാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നു. ദേശീയ ശ്രദ്ധ കിട്ടുന്ന ഒരു മണ്ഡലമായി വയനാട് മാറുന്നു രാഹുൽ ഗാന്ധിക്ക് ശേഷം. അങ്ങനെ വരുമ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, രമേശ് ചെന്നിത്തല ഒഴികെ മുഴുവൻ ആളുകളും, ഖാർഗെ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയേക്കാൾ കൂടുതൽ ഒരു പക്ഷേ വയനാട്ടിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഖാർഗെ പോയില്ല എന്നല്ല, ഖാർഗെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ ആത്മാർത്ഥത വയനാട്ടിൽ തന്നെ പുലർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സകലമാന നേതാക്കളും, പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ KC അടക്കമുള്ള നേതാക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ കേരളത്തിൽ നിന്നുള്ളവരാണ്. അവരൊക്കെ ഇവിടെ ഉള്ളപ്പോ മറ്റ് ബാക്കിയുള്ള നേതാക്കൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഓളം എങ്ങനെയാണ് ഇനി അവിടെ മഹാരാഷ്ട്രയിൽ ചെലുത്താൻ കഴിയുന്നത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയർത്തിയതായിരുന്നു. ചെന്നിത്തല ഒറ്റയ്ക്ക് പിടിച്ചാൽ പോരുന്നതല്ല മഹാരാഷ്ട്ര എന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാനും കഴിയും. അല്ല, അതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് ഈ കുടുംബത്തിനെ മുൻനിർത്തിയല്ല കളിക്കാൻ കഴിയില്ല. അതിന് രണ്ട് കാര്യങ്ങൾ. ഒരിക്കൽ ഇക്കൊണ്ടു 2 വർഷം മുമ്പ് തന്നെ പ്രധാനമന്ത്രി അതിനെ വളരെ കൃത്യമായി പറഞ്ഞു. ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്ര അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേ നടന്നു, ഓടി നടന്ന് ആവർത്തിച്ചു. മാത്രമല്ല ഈ യോഗി ആദിത്യനാഥിന്റെ സെലക്ഷൻ ആയിരുന്നു അന്നത്തെ സെലക്ഷൻ എന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കുന്ന യോഗി ആദിത്യനാഥിനായിരുന്നു UP-യിൽ കഴിഞ്ഞ ഇലക്ഷൻ. അവിടെ അദ്ദേഹത്തിന് എന്തോ പാളിച്ച പറ്റി, അവിടുന്ന് അവിടെ കൊടുത്തപ്പോൾ അവർ മാറ്റിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും അവിടെ കിട്ടിയില്ല. പക്ഷെ അതിനുള്ള കൃത്യമായ പരിഹാരം അദ്ദേഹം ഇത്തവണ ചെയ്തു. സകലമാന ആൾക്കാർ നേരെ യോഗിക്ക് തന്നെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഷായും മോദിയും പിന്നാക്കം നിന്നതേ ഉള്ളൂ. അപ്പൊ യോഗിയുടെ തന്നെ കാൻഡിഡേറ്റ്സ് തന്നെയായിരുന്നു. അവിടെ തീരുമാനം എടുത്തു, യോഗി വരുന്നു. അവിടെയും അവർ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് നടന്നു. ഇതൊരു കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പരജീവി പാർട്ടിയാണ് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു. പരജീവി പാർട്ടി അത് മറ്റാരുടെയെങ്കിലും പാരസൈറ്റുമാര് ഒരു ഇത്തളാണ് എന്ന് അത് ആൾക്കാരെ ബോധിപ്പിച്ചു. നിങ്ങൾ എപ്പോഴും ഒരു മുദ്രാവാക്യം പറഞ്ഞിട്ട് 2 തവണ കീ ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ നിരന്തരം അത് ആൾക്കാരിലേക്ക് ഇങ്ങനെ അത് BJP എടുത്ത് പറയുന്നുണ്ട്. ഇന്ന് കോൺഗ്രസ് എന്ന് പറയാൻ കഴിയില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇല്ല. പകരം എന്ത് പറയണം? ഇന്ത്യ മുന്നണി എന്ന് പറയണം. മഹാരാഷ്ട്രയിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഹാവികാസ് അഘാഡി എന്ന് പറയണം. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലൊന്നും ഇന്ത്യ മുന്നണി എന്ന് പറയാനും സാധിക്കില്ല. തമിഴടിയാണ് വയനാട്. ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. പിന്നെ പരിവാർവാദം ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഭവമാണ്. പരിവാർവാദം എന്ന് പറയുന്ന പലർക്കും കൂടെ കൊള്ളും. അത് കോൺഗ്രസിന് മാത്രം കൊള്ളുന്നല്ല. അപ്പൊ ഈ പരിവാർവാദം പരജീവി വാക്കും അങ്ങനെ പരിവാർ പറയുമ്പോൾ NCPക്ക് അതുപോലെ തന്നെ ശിവസേനയ്ക്കും ചെറിയ രീതിയിൽ തന്നെ ഉറപ്പായി കൊള്ളും. പക്ഷെ അതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത് NCPയെ വിട്ട് കഴിഞ്ഞാൽ ശിവസേനയ്ക്ക് അവരുടേതായ ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി പുറത്താണ് പാർട്ടി വരുന്നത്. പിന്നെ പവാർ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ,
അദ്ദേഹത്തിന്റെ ഒരു തണലിൽ വന്ന അത് പിന്നീട് പിരിഞ്ഞ് നമ്മുടെ അവിടെ തന്നെ കോൺഗ്രസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വീണ്ടും നമുക്കൊരു എക്സ്ക്യൂസ് കൊടുക്കാൻ കഴിയും. പക്ഷെ എന്നിരുന്നാൽ പോലും അവരാണെങ്കിലും അത് ഒട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടകത്ത് വേണം. കോൺഗ്രസ് ഏതോട്ടോ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ അത് ഇല്ലാതായി പോകുന്നു. അതിന്റെ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ചില രസകരമായ ചില മറ്റൊരു കാര്യം, മലയാളികളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എവിടെയെങ്കിലും വിജയിച്ചോ എന്നുള്ള കാര്യം അതാണ്. അല്ല, കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഡുഹാണില് അദ്ദേഹം വീണ്ടും വിജയിച്ചിട്ടുണ്ട്. വിനോദ് നിക്കോളെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് എത്രയോ 7-9 വർഷക്കാലം നമ്മുടെ CPM നല്ല വേറുള്ള മണ്ണാണ് അവിടെ. അത് ഇവിടുത്തെ CPM അറിഞ്ഞിട്ടാന്ന് തോന്നുന്നത്. അതിന്റെ ഒരു ദേശാഭിമാനി വായിച്ചില്ല, അതറിയാമായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ആദിവാസി മേഖലയിലാണ്. നല്ല മനുഷ്യൻ, നല്ല പ്രവർത്തനം. അദ്ദേഹത്തെ നമുക്ക് മലയാളികളുടെ പേരിൽ അഭിനന്ദിക്കാതെ തരമില്ല. അദ്ദേഹം ഒരു തരിയാണെങ്കിലും അവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് നല്ല രീതിയിലുണ്ട് ഡുഹാണിൽ. അങ്ങനെ ഒരു മേഖലയാണത്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രശ്നം നടക്കുന്ന ഈ സംഭാലില് ഈ പള്ളിക്കകത്ത് വീണ്ടും ഒരു സർവേയും അതിനനുസരിച്ച് വളരെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 3-4 പേര് റൈറ്റ്സിൽപ്പെട്ട് മരിക്കുന്നു. അവിടെ പരിശോധനയുമായി ചെന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു വയലൻസ് നടക്കുന്ന സമയമാണ് ഇപ്പോൾ സംഭാല്, നമ്മുടെ മുറാദാബാദില്. അപ്പൊ അവിടെ തന്നെയുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ 60% മുസ്ലിംസ് ഉള്ള കുന്തർക്കി, ഈ കുന്തർക്കിയുടെ 60% മുസ്ലിംസ് ആണ്. അവിടെ ഒരു BJP കാൻഡിഡേറ്റ് ജയിച്ചിരിക്കുന്നത്. റിസ്വാൻ എന്ന് പറയുന്ന SP കാൻഡിഡേറ്റിനെ മറികടന്നുകൊണ്ടാണ് ഇദ്ദേഹം ജയിക്കുന്നത്. ഇത് 25,000 പേരെ വോട്ടുകൾക്കാണ് ഇദ്ദേഹം ജയിക്കുന്നത്. അപ്പൊ മോർ ദാൻ 60% ആണ് അവിടെ മുസ്ലിം വോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു 10-13ഓളം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ്. കൃത്യമായും 10-11ഓളം കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. വളരെ തന്ത്രപരമായ ഒരു ഇലക്ഷൻ എങ്ങനെ വിജയിക്കാം, അതൊക്കെ നമ്മൾ ഇവിടുത്തെ എവിടെയെല്ലാം പോയി കാണേണ്ടതാണ്. കുറച്ചുകൂടി അത് വളരെ ഭംഗിയായിട്ട് കുറേ ക്ഷേമപ്രവർത്തനങ്ങൾ, പിന്നെ സർക്കാരിന്റെ എന്തൊക്കെയാണ് അതെല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കുക. അവിടെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ വന്നിട്ടുള്ളതായി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ മുസ്ലിം വോട്ട്സ് ചിഹ്ന ഭിന്നമായി പോയി. അത് ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, മോഡേൺ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എങ്ങനെ, അത് നമ്മുടെ ഹരിയാനയിൽ കണ്ടതുപോലെ ഇതെങ്ങനെ ഗ്രാസ് റൂട്ടിലേക്ക് ഇത് വോട്ടുകളെ എത്തിക്കാം, അതിനെ എങ്ങനെ പിരിക്കാം. അപ്പൊ ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ട് റിസർച്ച് സ്റ്റഡീസ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് വന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ സീറ്റ് വന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നത് വലിയ തോതിൽ ഈ ഇലക്ഷൻ അത് പിടിച്ചേ പറ്റൂ. മഹാരാഷ്ട്ര പിടിച്ചേ പറ്റൂ. ഒരു കുഞ്ഞു സംസ്ഥാനമാണ് ഹരിയാന, 19 ആൾക്കാർ മാത്രമാണ്. അപ്പൊ അത് വീശിയ അവിടുത്തെ ഒരു വിജയം സമ്മാനിച്ച ഊർജം അപാരമായി. ആ ഊർജം ഇവർക്ക് കിട്ടിയപ്പോൾ മറ്റവർ ഞങ്ങളെ കൊണ്ട് ഇനിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നതിന്റെ ഒരു ഫലമാണ് ഈ വന്നടിച്ചത്. അത് ഒരിക്കലും ദേശീയ ലെവലിലാണെങ്കിലും ശരി, സംസ്ഥാനത്തിലാണെങ്കിലും പ്രതിപക്ഷമില്ലാതെ പോവുക എന്ന് പറയുന്നത് മോശകരമായ. നമുക്കിപ്പോൾ മോർ ദാൻ മോദിയെ അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ ഈ ഭരണകൂടത്തെ അവരുടെ ചില കാര്യങ്ങളെ അനുകൂലിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ നമ്മൾ കാണാതെ തരമില്ല. അതിന് ആ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷകര അത് ഐഡിയോളജിക്കലായാലും ശരി, അത് തുറന്നു കാട്ടാനും ശരി, അതിന് വളർന്നു വരുന്നില്ല എന്നുള്ള ഭാരവും കരുതുന്ന ഏറ്റവും വലിയൊരു വിഷയം ഇനി വരാവുന്ന. മഹാരാഷ്ട്ര സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇതുവരെ ഉള്ളതിൽ വെച്ച് 30 വർഷക്കാലത്തിന് അകത്ത് വെച്ച് ഏറ്റവും നല്ലൊരു പോളിംഗ് ശതമാനം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയത്. അതെ, അപ്പോൾ തന്നെ വലിയൊരു ചേഞ്ച് തന്നെയാണ്. 60% മുകളിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മഹാരാഷ്ട്രയെ പോലൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു അപജയം, പ്രത്യേകിച്ചും കോൺഗ്രസിന് സംഭവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒരു താങ്ങാൻ കഴിയില്ല. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ അപ്പാടെ പോയി പോവും. ആ പ്രസിഡന്റ് പോലും അയാള് മതിയാക്കി പോകുന്നതാണ് നല്ലത്. കാരണം നിങ്ങളിത് അവരൊരു ലാഘവ ബുദ്ധി തൊട്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ ഇത്രയൊക്കെ കിട്ടിയില്ലേ, ഇനി നമ്മൾ വെറുതെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇനി കുറച്ചാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ നമ്മളെ തന്നെ എന്നോട് തോന്നണം. അവിടെയാണ് പാളി പോകുന്നത്. ഇപ്പൊ 65% പാളിയത് കോൺഗ്രസിന് മാത്രമല്ല, എക്സിറ്റ് പോളും അമ്പേ പാളിപ്പോയി. വിജയം പരാമർശമെങ്കിൽ പോലും ഒരു 150 സീറ്റിന് മുകളിലേക്ക് ആരും തന്നെ പ്രതീക്ഷിച്ച ഒരു വിഷയമായിരുന്നില്ല. അതാണ് അത് എക്സിറ്റ് പോൾസ് ഇപ്പോ ആ ലെവലിലേക്ക് ഒരു സാമ്പിളിംഗ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ആൾക്കാരെ ബൂത്തിലേക്ക് തള്ളിവിടാൻ, അതായത് നിങ്ങൾ പറഞ്ഞല്ലോ കേരളം എന്ന് പറയുന്നത് നമ്മൾ ഹൈ ലിറ്ററസി ഉള്ള റേറ്റ് ഉള്ള സംഭവമാണെന്നൊക്കെ പറയുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 64 ആ സമയത്ത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ചെക്ക് ചെയ്തിട്ടും മറ്റു കാര്യങ്ങൾ ബുദ്ധിമുട്ടും നിങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നിരന്തരം പാർട്ടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ കൂടുതൽ പറഞ്ഞ പാർട്ടി BJP ആണ്. അപ്പൊ ആൾക്കാർക്ക് കൺവിൻസ്ഡ് ആയി. അങ്ങനെയാണ് ഇവർ 61% കൊണ്ടുവന്നത്. കേരളത്തിൽ ഇങ്ങനെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ എന്തോ ഒരു മടുപ്പ്. അപ്പൊ നമ്മൾ വോട്ടിടാൻ പോകാന്ന് പറഞ്ഞാൽ പിടിക്കരുത്. ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ശരി, ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മള്
പാലക്കാട് പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ടായി ഇതിനു മുമ്പേ നമ്മളൊരു ചർച്ച ചെയ്തതാണ്. അതിനകത്ത് പറഞ്ഞൊരു വസ്തുതയിൽ പോളിംഗ് ശതമാനം കൂടുന്നതാണ് എക്കാരണത്താലും നല്ലതെന്നാണ് പൊതുവിൽ വിശ്വസിക്കുന്നത്. കാര്യം മുഴുവൻ ജനങ്ങളും വിധി എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു 80% ആളുകളും പറയുന്നു എന്ന് കഴിഞ്ഞാൽ ഒരു ഭൂരിപക്ഷ അഭിപ്രായമായി നമുക്ക് പറയാൻ കഴിയും. ഇത്തവണ 70% വരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ എനിക്ക് ഭൂരിപക്ഷം കൂടും. ഒരിക്കലും പൂർണ്ണമായും ജനങ്ങൾ വിധി എഴുതണമെന്നല്ല അവിടെ ആഗ്രഹിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരന്റെ മനസ്ഥിതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മനസ്ഥിതി വെച്ച് നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ രമേശ് ചെന്നിത്തല ഇതിന് ചുക്കാൻ പിടിക്കുമ്പോൾ എങ്ങനെയാണ് അവർ പറയുന്നത് പരമാവധി ജനങ്ങളോട് വോട്ട് ചെയ്യാനായിട്ട്? ഇതൊക്കെ വളരെ നമുക്ക് ഈ വൈരുദ്ധ്യം നിറഞ്ഞ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അകാലത്തിൽ മരണപ്പെട്ടു പോയ പഴയ BJP നേതാവ് വളരെ ശക്തനായിരുന്നു, മഹാരാഷ്ട്ര എന്നുള്ള പ്രമോദ് മഹാജൻ. അദ്ദേഹം വളരെ എങ്ങായിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അദ്ദേഹം അക്കാലത്ത് പറഞ്ഞിരുന്നു, ഇപ്പോ BJP എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഏതാണ്ട് 20 കൊല്ലം മുമ്പാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് BJP എന്ന് പറയുന്നത് ശിവസേനയുടെ ആ ബാൽ താക്കറെ ഉള്ള സമയത്തുള്ള ശിവസേന എന്ന് പറയുന്നത് കാത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, എന്താണ്, ഞങ്ങളിപ്പോ വെറും ഛോട്ടേബായിയാണ്, ഞങ്ങളെല്ലാം ഇവരെല്ലാം വലിയ, ഞങ്ങളിപ്പോ ഇളയ സഹോദരന്മാരാണ് ഞങ്ങൾ BJP എന്ന് പറയുന്നത്. അപ്പോ പക്ഷെ ഒരു ദിവസം ഉണ്ടാവും നമുക്ക് ഞങ്ങൾ ചേട്ടന്മാരാകുന്ന ഒരു ദിവസം ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പോഴില്ല എങ്കിലും അദ്ദേഹത്തിന്റെ അത് വളരെ ശക്തനായ, വളരെ ഫ്യൂച്ചർ കണ്ടിരുന്ന, വളരെ ദീർഘവർഷമുള്ള, വളരെ അത്യുന്നതങ്ങളിലേക്ക് ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തരായിക്കൊണ്ടിരുന്ന, അങ്ങനെ ഒരു നിലയിലേക്ക് വളർന്നു വരേണ്ടിയിരുന്ന അതിന്റെ കഴിവുകൾ ആൾക്കാർ പൊതു സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് ഓർക്കുന്ന ഈ സമയത്ത് ഓർക്കുന്നത് നന്നായിരിക്കും. ഇന്ന് BJPക്ക് പിന്നിലാണ് അവിടെ സേന. ഇന്ന് വലിയേട്ടൻ എന്ന് പറയുന്നത് BJP ആണ്. 20 കൊല്ലം മുമ്പ് അദ്ദേഹം ഇത് പറഞ്ഞു വെച്ചതാണ്.